എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 8 ശ്ലോകം 25, 26, 27, 28, 29, 30. 6 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഈ 6 ശ്ലോകങ്ങളോട് കൂടിയിട്ട് നവമസ്കന്ധം ഇവിടെ സമാപിക്കുകയാണ്. കപില ഭഗവാനെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കിയ ആംശുമാൻ അദ്ദേഹത്തിനെ ഗംഭീരമായിട്ട് ഭക്തിപൂർവം സ്തുതിക്കുന്നു. ശുക്ലാം കരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ കോമളം പൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ ഗംഗണപതേ നമഃ സംസരസ്വത്യേ നമഃ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 25. ത്വന്മായാരചിതേ ലോകേ വസ്തുബുദ്ധ്യാ ഗൃഹാദിഷു ഭ്രമന്തി കാമലോഭേർഷ്യ മോഹവിഭ്രാന്തചേതസ. കാമലോഭേർഷ്യ മോഹവിഭ്രാന്തചേതസ. കാമം, ലോഭം, ഈർഷ്യ, മോഹം ഇവയാൽ വിശേഷേണ ഭ്രമിച്ചിരിക്കുന്ന ചിത്തത്തോടുകൂടിയവർ ത്വന്മായാരചിതേ ലോകേ അങ്ങയുടെ മായയാൽ നിർമ്മിക്കപ്പെട്ട ലോകത്തിൽ വസ്തുബുദ്ധ്യ പരമാർത്ഥഭാവത്തോടുകൂടി ഗൃഹാദികളിൽ ഭ്രമിക്കുന്നു. ഈ മായാമോഹം നിമിത്തം ഈ സംസാരത്തിൽ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ജീവാത്മാക്കൾക്ക് അവർക്ക് എന്തെങ്കിലും ഒരു മുക്തി ലഭിക്കണമെങ്കിൽ ഭക്തിപൂർവം അങ്ങയെ തന്നെ ഭജിക്കണം എന്നുള്ള അഭിപ്രായത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്തുതിക്കുന്നത്. മായാബാധ നിമിത്തമുണ്ടാകുന്ന ഈ കാമം, ലോഭം, ഈർഷ്യ, മോഹം എന്നീ വൃത്തികളാൽ വിചാരശക്തി നശിച്ചിരിക്കുന്ന ജനങ്ങൾ അങ്ങയുടെ മായയാൽ നിർമ്മിക്കപ്പെട്ട ലോകം പരമാർത്ഥമാണെന്ന് വിചാരിക്കണം. അങ്ങനെ ഗൃഹങ്ങള്, ധനങ്ങള്, ഭാര്യാപുത്രാദികള് ഇതൊക്കെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അതിനെയൊക്കെ സംരക്ഷിക്കാനുമായിട്ട് തന്നെ പ്രയത്നിക്കണം. ഞങ്ങളാകട്ടെ അങ്ങയുടെ ആ മായ ഞങ്ങളെ ബാധിക്കാതിരിക്കണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഭഗവാനെ അവിടുത്തെ നമസ്കരിക്കണം. ആ മായ ഞങ്ങളെ ബാധിക്കരുത്. സാധാരണ ജനങ്ങള് അതിലിങ്ങനെ മുഴുകി ഇതാണ് സത്യം പരമാർത്ഥം എന്ന് വിചാരിച്ചിട്ട് അതിലിങ്ങനെ മുഴുകി കഴിയണു. ഞങ്ങളിതാ ആ മായയില് പെടുത്തരുതേ എന്ന് വിചാരിച്ചിട്ട് അങ്ങയെ നമസ്കരിക്കണം എന്ന് പറയുന്നു. അദ്യന സർവഭൂതാത്മൻ കാമകർമ്മേന്ദ്രിയാശയ മോഹപാശോ ദൃഢച്ഛിന്നോ ഭഗവൻ തവ ദർശനാൽ. സർവഭൂതാത്മൻ, സർവഭൂതങ്ങളിൽ ആത്മാവായുള്ളവനെ ഭഗവൻ, ഐശ്വര്യപൂർണനായുള്ളവനെ, അദ്യ തവ ദർശനാൽ ഇപ്പോൾ അങ്ങയുടെ ദർശന ഹേതുവായിട്ട് കാമകർമ്മേന്ദ്രിയാശയ, കാമങ്ങള്, കർമ്മങ്ങള്, ഇന്ദ്രിയങ്ങള്, അന്ധകരണങ്ങള് എന്ന സ്വരൂപത്തിലിരിക്കുന്ന ഞങ്ങളുടെ ദൃഢമോഹപാശ, ഉറപ്പോടുകൂടിയ അജ്ഞാനപാശം ഛേദിക്കപ്പെട്ടു. ആ ഭഗവാന്റെ ദർശനം ഉണ്ടായല്ലോ. അതുകൊണ്ടല്ല കൃതാർത്ഥത, ഭഗവാന്റെ ദർശനം കൊണ്ട് അനുഭവപ്പെട്ട ആ കൃതാർത്ഥത പ്രകാശിപ്പിക്കുകയാണ് പിന്നത് അംശുമാൻ. ഹേ സർവാന്തര്യാമിയായിരിക്കുന്ന ഭഗവൻ, നിന്തിരുവടിയുടെ ദർശനം ലഭിച്ചതുകൊണ്ട് വിഷയഭോഗാശകള്, അതിനായിക്കൊണ്ടുള്ള കർമ്മങ്ങള്, ഇന്ദ്രിയങ്ങള്, മനസ്സ് എന്നീ രൂപങ്ങളിൽ കാണപ്പെടുന്നതും അങ്ങയുടെ കടാക്ഷം കൊണ്ട് മാത്രമല്ലാതെ മറ്റൊരു വിധത്തിലും നശിക്കാത്തതുമായ അജ്ഞാനരൂപമായ ഞങ്ങളുടെ ബന്ധനം ഇപ്പോൾ നശിച്ചു അങ്ങയുടെ ദർശനം കൊണ്ട്. സ്തുതിയൊക്കെ കേട്ട് വളരെ സന്തോഷമായി കപില ഭഗവാനെ. ഇങ്ങനെ തന്നെയാണ് അദ്ദേഹം നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ട് അംശുമാൻ ഭഗവാനെ എന്നുള്ളത്. ഉള്ളുകൊണ്ട് ആദരിച്ചു, മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് പറയണം. ശ്രീശുക ഉവാച ഇത്തം ഗീതാനുഭാവസ്ഥം ഭഗവാൻ കപിലോ മുനി അംശുമന്ദമുവാചേതം അനുഗൃഹ്യ ധിയാ നൃപ. ഇത്തം ഗീതാനുഭാവ, ഇപ്രകാരം സ്തുതിക്കപ്പെട്ട അനുഭാവത്തോടു കൂടിയ ഭഗവാനായ കപിലമുനി ധിയാ, ബുദ്ധി കൊണ്ട്,
തം അംശുമന്തം അനുഗൃഹ്യ, ആ അംശുമാനെ അനുഗ്രഹിച്ചിട്ട് നൃപ, ഹേ രാജൻ, ഇതം ഉവാച, ഇതിനെ പറഞ്ഞു. ശ്രീ ശുബ്രഹ്മർഷി പറയണു പരീക്ഷിത് മഹാരാജാവിനോട്, ഹേ രാജാവേ, ഇങ്ങനെ അംശുമാനാൽ സ്തുതിക്കപ്പെട്ട ഭഗവാൻ കപിലമുനി മനസാ ആ അംശുമാനെ അനുഗ്രഹിച്ചതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു. ശ്രീ ഭഗവാൻ ഉവാച, അശ്വോയം നീയതാം വത്സ പിതാമഹപശുസ്തവ ഇമേ ച പിതരോ ദഗ്ധ ഗംഗാംഭോർഹന്തി നേതരൽ. വത്സ, ഹേ ബാലക, തവ പിതാമഹ പശു, നിന്റെ പിതാമഹന്റെ പശുവായ അയം അശ്വ, ഈ കുതിര, നീയതാം നയിക്കപ്പെട്ടാലും, ദഗ്ധാഹ ദഹിച്ചിരിക്കുന്ന, ഇമേ പിതര ഈ പിതാക്കന്മാർ, ഗംഗാംഭ അർഹന്തി ഗംഗാജലത്തെ അർഹിക്കുന്നു, ഇതരത്ന അന്യത്തെ അർഹിക്കുന്നില്ല. ഭഗവാൻ പറഞ്ഞു, ഹേ വത്സ, ഈ കുതിര നിന്റെ മുത്തച്ഛന്റെ യജ്ഞപശുവാണ്, അതിനെ കൊണ്ടുപോയിക്കോളൂ. ദഹിച്ചിരിക്കുന്ന നിന്റെ ഈ പിതൃവ്യന്മാർക്ക് സൽഗതി ലഭിക്കണമെങ്കിൽ ഗംഗാജലത്തില് അർപ്പണം ചെയ്യണം, മറ്റൊന്നുകൊണ്ടും അവർക്ക് പരിശുദ്ധി വരില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അംശുമാൻ അദ്ദേഹത്തെ പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കണം. തം പരിക്രമ്യ ശിരസ പ്രസാദ്യഹയമാനയൽ സഗരസ്തേന പശുന ക്രതുശേഷം സമാപയൽ. തം പരിക്രമ്യ അദ്ദേഹത്തെ പ്രദക്ഷിണം ചെയ്തിട്ട്, ശിരസാ പ്രസാദ്യ ശിരസ്സുകൊണ്ട് പ്രസാദിപ്പിച്ചിട്ട്, ഹയം ആനയൽ ഹയത്തെ കൊണ്ടുവന്നു, സഗര സഗരൻ, തേന പശുന ആ പശുവിനെ കൊണ്ട്, ക്രതുശേഷം ക്രതുവിന്റെ ശേഷത്തെ സമാപയൽ സമാപ്തി വരുത്തി. അംശുമാൻ പിന്നെതാ കപില ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് അദ്ദേഹം സന്തോഷിച്ച് ആ അംശുമാനെ അനുഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം ആ കുതിരയെ കൊണ്ടുപോയിട്ട് പിതാമഹന് നൽകി. എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ സഗര മഹാരാജാവിനോട് പറഞ്ഞു. സന്തുഷ്ടനായ സഗര മഹാരാജാവ് ആ അശ്വമാകുന്ന പശുവിനെ കൊണ്ട് യാഗം പരിസമാപ്തി വരുത്തി. അങ്ങനെ യാഗമൊക്കെ ചെയ്തു. പിന്നെതാ അദ്ദേഹം രാജ്യം അംശുമാനെ ഏൽപ്പിച്ച് തപസ്സിനായിട്ട് പോവാണ്. രാജ്യം അംശുമതിന്യസ്യ നിസ്പൃഹോ മുക്തബന്ധന ഔർവോപദിഷ്ടമാർഗേണ ലേഭേ ഗതിം അനുത്തമാം. രാജ്യം രാജ്യത്തെ അംശുമതി അംശുമാനിൽ ന്യസ്യ സമർപ്പിച്ചിട്ട്, നിസ്പൃഹ ആഗ്രഹമില്ലാത്തവനും, മുക്തബന്ധന ബന്ധനത്തിൽ നിന്ന് മുക്തനുമായിട്ട്, ഔർവോപദിഷ്ടമാർഗേണ ഔർവൻ ഉപദേശിച്ച മാർഗത്തിൽ കൂടി, അനുത്തമാം ഗതിം പരമഗതിയെ ലേഭേ ലഭിച്ചു. അങ്ങനെ സന്തുഷ്ടനായ ആ സഗര മഹാരാജാവ് യാഗമൊക്കെ വേണ്ട വിധത്തിൽ ചെയ്യാൻ സാധിച്ചുല്ലോ. അങ്ങനെ രാജ്യം പൗത്രനായ അംശുമാനില് സമർപ്പിച്ചു. സകല ഭോഗത്തിലുമുള്ള ആഗ്രഹത്തെ മുഴുവനും പരിത്യജിച്ചു. അങ്ങനെ സംസാര ബന്ധത്തിൽ നിന്ന് മുക്തനായി. അദ്ദേഹത്തിന്റെ ഗുരു ഔർവനാണെന്നുള്ള മഹർഷിയാണെന്ന് പറഞ്ഞല്ലോ. ആ ഔർവൻ എന്നു പേരായ മുനി ഉപദേശിച്ച മാർഗത്തെ അനുസരിച്ച് പരമഗതി പ്രാപിച്ചു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ സഗരോപാഖ്യാനേ അഷ്ടമോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എട്ടാമത്തെ അധ്യായം ശ്രീഹരിയുടെ ശ്രീപാദങ്ങളിൽ സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.